പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് പാലക്കാടൻ ബീഫ് കറിയാണ് കേട്ടോ. പാലക്കാട് വലിയ ജില്ലയാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ടേസ്റ്റ് ചെയ്യുന്ന സാധനമായിരിക്കില്ല മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ നെന്മാർന്ന് കഴിച്ചിട്ടുള്ള രീതിയാണ് അവർ പറയുന്നത്. അവരെയാണ് പാലക്കാടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒറ്റപ്പാലത്തിൽ വേറെ തരത്തിലായിരിക്കും, മണ്ണാർക്കാടിൽ വേറെ തരത്തിലായിരിക്കും, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആളുകൾക്കൊന്നും വ്യക്തമായില്ല. പിന്നെ ഞാനത് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ പോത്തിറച്ചി കഷ്ണങ്ങളാക്കിയത്, പിന്നെ 2 ചെറിയ സബോള അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്, ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വേപ്പില, പിന്നെ വേണ്ടത് വെള്ളം, പിന്നെ ഇതിൽ കല്ലുപ്പിണ്, പിന്നെ ഇത് വെളിച്ചെണ്ണ പാത്രമാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് മീറ്റ് മസാല, പിന്നെ ഇത് കുഞ്ഞു ജീരകല്ലേ, ജീരകം പൊടിച്ചത്, നന്നായി പൊടിഞ്ഞിട്ടില്ലേ, ഞാൻ കുത്തിച്ചതയ്ക്കുക ചെയ്തേട്ടാ. പിന്നെ ഇത് പെരിഞ്ജീരകപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ തീ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ ഈ പരിപാടി. ഈ ചൂടാവണമെന്നൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഈ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മുടെ സവോള 2 സവോള അരിഞ്ഞത്, പിന്നെ ഈ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ചിടുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കണം. ഇത് ചട്ടിയിൽ തന്നെ വെക്കണമെന്നില്ല ചേട്ടാ, കുക്കറിലും വെക്കാം. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം കുക്കറിൽ വെക്കലോ ഇല്ല കേട്ടാ. ഈ ചട്ടി ഇപ്പം എല്ലാവർക്കും ഒന്നുമില്ലല്ലോ. ഞാൻ ഈ നമ്മുടെ കുടിയിൽ വിറക് കത്തിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തൊരു കുഴപ്പം ശരിയില്ലേ, എല്ലാത്തിനും എടുത്ത് ഓടണം. സരിത ജഗുന് പഠിപ്പിക്കുക, പരീക്ഷയില്ല. അപ്പോൾ അത് കാരണം ഒരു കാര്യത്തിന് വിളിക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ലേ. ഇവിടെ പിന്നെ കുഴപ്പമില്ല, എല്ലാം കൊണ്ടുവന്നങ്ങോട്ട് വെച്ചിട്ട് ചെയ്യുമ്പോഴേ. പിന്നെ അതല്ല കാക്കകളുടെ ശല്യമുണ്ട്. നമ്മൾ ഇതവിടെ വെച്ചിട്ട് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കകൾ വന്ന് പടയും ചിലപ്പോൾ. ഇവിടെ ആകുമ്പോൾ പിന്നെ തൊട്ടടുത്തല്ല, വീടിൻ്റെ തൊട്ടടുത്തായ കാരണം നമുക്ക് വിളിക്കുകയാണെങ്കിൽ ഇവർ തൊട്ടടുത്തുണ്ട്. മറ്റേ ആകുമ്പോൾ അങ്ങോട്ട് അകലേക്ക് വരണ്ടേ. നമ്മളിത് മൂത്തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇറച്ചിയില്ലേ, 1 കിലോ ഇറച്ചി കഷ്ണങ്ങളാക്കിയത് അതിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇളക്കാം. നമ്മൾ ഈ ഇറച്ചി നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഇറച്ചി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ അല്ലാത്ത കാരണം ഒരു 10-45 മിനിറ്റ് പിടിക്കിട്ട് വേവാനായിട്ട്. അപ്പോൾ വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിക്കേണ്ടി വരും. നമ്മളിത് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. ഇനി തിള വരണം. നമ്മുടെ ഇവിടെ ഇല്ലേ, നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ ഇല്ലേ, കണ്ടമാനം പൂവുണ്ടാവണത് ഇവിടെ. നമുക്ക് മീനുകൾക്കൊന്ന് തീറ്റിട്ട് കൊടുത്തിട്ട് വരാം. തീറ്റ എന്ന് പറഞ്ഞാൽ നീ എന്തിട്ടെന്നറിയോ, ഇതാണ് തീറ്റ ഇവർക്ക്. ഈ മറ്റേ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ തണ്ട്, അതായത് മറ്റേ തീറ്റ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചീരച്ചേമ്പിൻ്റെ തണ്ട് വെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ മീനുകൾക്ക് ഇതാണ് തീറ്റ. ഇത് അവർ തിന്നും. ഇന്നലെ ഇങ്ങനത്തെ 4 വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ തിന്നു കഴിഞ്ഞു. അതായത് ഫുള്ള് ജൈവമാണെന്ന് മാത്രം. കുറച്ച് കഴിയുമ്പോൾ തിന്നാൻ വരും. ഇനിയില്ലേ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിറച്ചുടങ്ങും. അപ്പോൾ അവർ അടിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ച് തിന്നണം. എൻ്റെ സൂചനയായി. നമുക്കപ്പോഴേക്കും തിളച്ചോ നോക്കട്ടെ, വേഗം പോയിട്ട്. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കണമെങ്കിൽ. നമുക്ക് തുറന്ന് നോക്കാം. തിളച്ച് തുടങ്ങിയടാ. തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളധികം മഞ്ഞൾപ്പൊടി, പിന്നെ മുളകിൻ്റെ പകുതിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് കേട്ടോ. കല്ലുപ്പാണ് നമ്മൾ ഇടുന്നത്.
എന്നിട്ട് ഇളക്കണോ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൽ കിടന്ന് വേവണം. മീനുകളുടെ അവിടെ വരെ പോയിട്ട് വരാം. നമ്മളിട്ട് കൊടുത്തിട്ടില്ല, അതിലെന്തായി എന്ന് പറയുന്നില്ല. നമ്മളവിടെ തിരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറും. വേണ്ട, ആ ഒരു ചേമ്പിൻ്റെ കഴിഞ്ഞു. ഇതേ രണ്ടാമത്തെയും കഴിയാറായി. കണ്ട, ഒരു ചേമ്പിൻ്റെ ബെഡ് പൈ കളഞ്ഞു. കണ്ട, അടുത്തത് അസ്ഥി പഞ്ചറായി തുടങ്ങി. കണ്ട, അസ്ഥി കൂടം പോലെ തുടങ്ങി. കണ്ട, സ്ഥലമൊക്കെ മാറിയവര്. ഇതേ അതൊക്കെ തണ്ട് വരെ. വേണ്ട, ചേമ്പിൻ്റെ ഇലയൊക്കെ അതെ ഇതിങ്ങനെയായി മാറും. കണ്ട, മുന്നിട്ട് കൊടുത്തിട്ടുള്ളതാ. വേറെ ഒരെണ്ണം. അപ്പം മീനുകളുടെ തീറ്റ നമ്മൾ മീനുകളെ ജൈവമാക്കണമെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളർത്തുന്ന മീനുകളെ ജൈവമാക്കി മാറ്റാൻ പറ്റും. മറ്റേ തീറ്റ കൊടുക്കാണ്ടിരുന്നാൽ മതി. ഇങ്ങനത്തെ സാധനങ്ങൾ കാട്ടുചേമ്പിൻ്റെ ഇലയില്ലേ, അതും തിന്നും. ഗതി കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതും തിന്നും. കാട്ടുചേമ്പിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം അവിടെ. പക്ഷെ അത് അവർക്ക് അത്രയ്ക്കും ഇഷ്ടമല്ലേ. പക്ഷേ തീറ്റി ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടില്ലേ അത് പഠിച്ചോളൂ. ഇതൊക്കെയാ ഞാൻ കാട്ടുചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇവിടെ നിറച്ച കണ്ട, ഈ പ്രദേശം മുഴുവൻ അവിടെയൊക്കെ മുഴുവൻ അതാ നമ്മുടെ മതിലിൻ്റെ തൊട്ടടുത്ത്. നമ്മളിപ്പോൾ ഇറച്ചി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. അപ്പോൾ ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. കണ്ട, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇല്ലേ, നമ്മുടെ സാധാരണ ഗരം മസാല പൊടി, അത് ചേർക്കണം. പിന്നെ 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കുഞ്ഞ ജീരക കേട്ടോ. അത് ഞാൻ ചതച്ചാണ്, ശരിക്കായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ മീറ്റ് മസാലകൾ കിട്ടും, ഇറച്ചി മസാല, അത് ഒരു 1/2 ടീസ്പൂണിനേക്കാളും അല്പം കൂടി കൂടുതൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കണം. ഇപ്പം ഈ കൂട്ടാൻ ഒരു പുതിയൊരു മാനം കൈവന്നു. ഇനി ഇത് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. ഇനി വേവണം. നമ്മുടെ കൂട്ടാൻ വേവണതിൻ്റെ ഇടയിലേ നമുക്ക് ഇത് കൂട്ടി കഴിക്കാനായിട്ട് കാലത്തിട്ട് ഞാനവിടെ വെച്ച് കഴിച്ച പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കാം. ഞാൻ ഈ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ല. നമ്മുടെ ദോശക്കല്ല് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനങ്ങോട്ട് ഒരു നല്ല മണമായിട്ട് അതിൻ്റെ നല്ല ഒരു ഈ വേവിനോട് കൂടിയിട്ട് തന്നെ വേവിനോട് കൂടിയിട്ട് തന്നെ ചാറ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറ്റും. ഒരു മഴയുടെ ഒരു ലക്ഷണം കാണാണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്ത് ഓടേണ്ടി വരുന്നതുകൊണ്ട് കണ്ടാ മഴക്കാരായി അന്തരീക്ഷം. ഇരുണ്ടു. നമ്മുടെ ദോശക്കല്ല് ചൂടായി. നമുക്ക് തുറക്കാട്ടാ. അതെ, ചാറൊക്കെ വറ്റി വേവ് കറക്റ്റായി. ഇനി തുറന്നിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം. നമ്മുടെ പാകമായിട്ടാ. ജഗു തീ ഓഫ് ചെയ്തോ. ഇപ്പം മഴ പെയ്യും. നമ്മളിനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് സാധനം കഴിഞ്ഞു. പാലക്കാടൻ ബീഫ് കഴിഞ്ഞു. അമ്മയോ? അമ്മ കുളിക്കാൻ പോയി. അങ്ങനെ നമ്മുടെ പാലക്കാടൻ ബീഫും ചപ്പാത്തിയും കൂട്ടി പിടയ്ക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ആക്കണം. ഞാൻ കറക്റ്റ് കുഴമ്പ് പരുവത്തിലാട്ടാ. പാലക്കാടൻ ബീഫ് കറി ടേസ്റ്റ് ചെയ്യാനായിട്ട്, ചപ്പാത്തിയുടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ജഗ്ഗു സരിത വന്നിട്ടുണ്ട് പഠിക്കുന്നിടത്തുനിന്ന്. അതിൽ എത്രമാത്രം കാണുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഇത്, ഇതിൻ്റെ ഒരു പവർ കഴിച്ചോക്കട്ടെ. നീ നിൻ്റെ ഇഷ്ടം പോലെ കഴിച്ചോ.
സാധാരണ വെക്കാറുള്ള ടേസ്റ്റ് അല്ല. ഇത് തന്നെയായിരുന്നോ ചേട്ടാ അവിടെ നിന്ന് കഴിച്ചപ്പോൾ? സെയിം സാധനം. എന്തൊരു സുഖാന്ന് നോക്കി എൻ്റെ കാര്യം. ജഗ്ഗുവിനെ പഠിപ്പിക്കാതിരിക്കുമ്പോഴേ ചേട്ടൻ പറഞ്ഞു, നീ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട കേട്ടാ, ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കഴിക്കേണ്ട സമയത്ത് വിളിച്ചു. കാരണം പിള്ളേർക്ക് പരീക്ഷയാവണ സമയത്ത് എല്ലാവർക്കും ഒരു ഇതല്ലേ, അതായത് അടുക്കളയിലത്തെ കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ ഒപ്പം അവരുടെ അടുത്ത് ഇരിക്കും വേണം. അങ്ങനെ ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും ആഗ്രഹിക്കും ആരെങ്കിലും നമുക്ക് അടുക്കളയിൽ ചോറും കൂട്ടാനൊക്കെ വെച്ചാലുണ്ടായിരുന്നെങ്കിൽ. അതിന് ആളുകൾ കുറേ പേര് ഓർഡർ ചെയ്ത് വരുത്തുന്ന സമയത്ത് പിന്നെ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഒരു പതിവില്ല. അപ്പോൾ പരീക്ഷ കഴിയണവരെ ഇതുപോലെ ചേട്ടാ എല്ലാ ദിവസവും ചെയ്തോട്ടാ. എരിവൊക്കെ പാകത്തിനല്ലേ? ജീരകത്തിന്റെ കുത്ത് തോന്നിക്കില്ല അങ്ങനെ? ഇല്ല. അവിടെ ജീരകം ഇത്തിരി കൂടി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവര് ചെറിയ കുഞ്ഞു ജീരകം കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജീരകം ചേർത്താൽ നമ്മള് മട്ടൻ വെക്കണതിന്റെ ഒരു ടേസ്റ്റ് ചാർന്നു അല്ലേ? കുരുമുളകൊക്കെ ഇട്ടുണ്ടോ? സിമ്പിൾ വെപ്പാണ്. കുക്കറിൽ വയ്ക്കാൻ നമുക്കറിയാലോ. കുക്കറിൽ തന്നെ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇട്ടിട്ടൊന്ന് വാട്ടാം. ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഇറച്ചിടുക. പിന്നെ ഉപ്പ്, കല്ലുപ്പിടുക, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, അധികമായി ഒഴിക്കണ്ട. എന്നിട്ട് മൂടി ഒരു 5 വിസിലടുപ്പിക്കുക. എന്നിട്ട് അത് ചൂടാറുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് മറ്റുള്ള മസാലപ്പൊടി ഇല്ലേ, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, മീറ്റ് മസാല, പിന്നെ ഗരം മസാല, ഈ സാധനങ്ങളാണ് ചേർത്തിട്ട്, കുരുമുളക് പൊടി ഇതാണ് ചേർത്തിട്ട് ഒരു 4 വിസിലും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവാവും. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ആകുമ്പോഴേക്കും ചാറ് കുറുകണ വരെ ഇന്ന് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വയ്ക്കാൻ വളരെ ഈസിയാണ്. പാലക്കാട് മറ്റുള്ള ഭാഗങ്ങളിലവർ പറയും ഇങ്ങനെയല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റെസിപ്പി അറിയുന്നവർ ഇതിൽ കമൻ്റായിട്ട് ആ റെസിപ്പിയുടെ മെത്തേഡ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. പല സ്ഥലത്തും പലതരത്തിലായിരിക്കില്ല. ഇപ്പോൾ തൃശ്ശൂർ ഇവിടെ കിട്ടുന്ന ബീഫായിരിക്കില്ല, ഇവിടെ കിട്ടുന്ന ബീഫായിരിക്കില്ല കൊടുങ്ങല്ലൂർ കിട്ടുക, കൊടുങ്ങല്ലൂരിലായിരിക്കില്ല കുന്നംകുളത്ത് കിട്ടുക. പല സ്ഥലങ്ങളും പലതരത്തിലായിരിക്കില്ല. 10-20 കിലോമീറ്ററിൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മൾ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.